സ്ഥിരം വേദനയുടെ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ എങ്ങനെയെല്ലാമോ ഒന്ന് എഴുന്നേറ്റ്. ഇനിയും കിടന്നാൽ ഗ്യാസ് കയറി വേദനയുടെ തീവ്രത കൂടണ്ടാന്ന് കരുതിയിട്ടായിരിക്കാം. അങ്ങനെ വേഗം ഞാൻ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ കുറച്ച് നേരം നോക്കാത്ത ദൂരത്ത് കണ്ണു നട്ട് കുറച്ച് പ്രകൃതി രമണീകളെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നു. പിന്നെ അധികം ഇരുന്നില്ല. വേഗം തന്നെ ഒന്ന് ഫ്രഷായി വരാമെന്ന് വിചാരിച്ച്. ഇനി ഞാൻ തല നനച്ചിട്ടില്ല കേട്ടോ. വേഗം മേല് കഴുകി ഇറങ്ങുക ചെയ്തേ. പിന്നെ വേഗം തന്നെ മുടിയെല്ലാം ഒന്ന് വാരിക്കെട്ടി. മുടിയെല്ലാം ആകാതായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഒന്ന് വേഗം വാരിക്കെട്ടി. മുടി എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ചിക്കെല്ലാം കളഞ്ഞ് മസാജ് ചെയ്ത് കെട്ടി വയ്ക്കുന്നുണ്ട്. അധികം ചിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം കെട്ടിയെടുത്തു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിൽ പോയിട്ട് ആദ്യം തന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഒരു ഗ്ലാസ് ഉലുവ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു. ഉലുവ നല്ലപോലെ വറുത്ത് വെള്ളമാക്കി കുടിച്ച് എനിക്ക് ഈ വേദനയ്ക്ക് നല്ല ആശ്വാസമാണ് കേട്ടോ. എൻ്റെ ഈ സ്ഥിരം വേദനയുടെ നല്ലൊരു വേദന സംഹാരിയാണ് കേട്ടോ ഈ ഉലുവ വെള്ളം. അത് ചൂടോടെ ഒരു ഗ്ലാസ് അകത്ത് ചെല്ലുമ്പോൾ എൻ്റെ പൊന്നോ വേദന മാറുന്ന വഴി അറിയില്ല. അങ്ങനെ പിന്നെ ബാക്കിയുള്ള എല്ലാ പണികളും തീർത്ത് ഉച്ചത്തേക്കുള്ള കറികളാക്കാനുള്ള പച്ചക്കറികൾ അരിഞ്ഞ് മീനും ഒന്ന് പെരക്കി വെച്ച് പിന്നെ ബാക്കി നിന്ന് കുറച്ച് പാത്രങ്ങളും കഴുകി. എന്നും കൈയോടെ കഴുകിയെടുക്കാറാണ് പതിവ്. പക്ഷെ ഇന്ന് അതിനായില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കഴുകി സിങ്കും കഴുകിയിട്ട് നമ്മുടെ പേസ്റ്റ് വയ്ക്കുന്ന പാത്രവും സ്ക്രബ്ബർ വയ്ക്കുന്ന പാത്രവും അതിനെല്ലാം ഒന്ന് കഴുകിയിട്ട് ഒന്ന് ക്ലീനാക്കി തുടച്ചിട്ടിട്ട് ഞാൻ വേഗം മേലേക്ക് കയറുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് കഞ്ഞി എടുത്തിട്ടാണ് മേലേക്ക് കയറുന്നത്. മേലെ പോകുന്ന വേറൊന്നുമല്ല, മോള് മുകളിലിരുന്നാ കളിക്കുന്നത്. അപ്പോൾ കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങാനും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലോ എനിക്ക് ഓടി കയറാനുള്ള ആവതില്ല എന്ന്. അതുകൊണ്ട് മുകളിൽ പോയിരുന്ന് കഴിക്കാൻ വിചാരിച്ചേ. ഒരു ഗ്ലാസ് വേദന സംഹാരി അകത്താക്കി വേദനയെ അടിച്ചടിച്ചെന്ന ആശ്വാസത്തിന് ഞാൻ വീണ്ടും ഒന്ന് മയങ്ങാൻ പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.